ഇന്നൊരു ഹറിബറി ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് നിലമ്പൂരിലൊക്കെ പോവാണ്ട് അമ്മേൻ്റെ അനിയത്തീൻ്റെ വീടാണ് നിലമ്പൂർ. 2 അനിയത്തിമാരും നിലമ്പൂരിക്കാട്ടോ കല്യാണം കഴിച്ചത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് ആക്കാൻ പറ്റിയ പുട്ടാണ് ഉണ്ടാക്കിയത്. പുട്ടിലേക്ക് ഗ്രീൻ പീസിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ്, ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഗ്രീൻ പീസ് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തേങ്ങാപ്പാലാണ് സാധാരണ ഒഴിക്കാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ തിരക്കായതുകൊണ്ട് ഞാൻ എന്താക്കി, തേങ്ങ അരച്ച് ചേർക്കുക ചെയ്തത്. അതിൽ പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്ത് ചെറിയൊരു ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ വിചാരിച്ച്. തേങ്ങാപ്പാലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാൽ മാത്രം പിഴിഞ്ഞൊഴിക്കുക ചെയ്യുക. പിന്നെ പച്ച വെളിച്ചെണ്ണയും കുരുമുളകും കറിവേപ്പിലയും ഇടുക, ആ രീതിയാണ്. ഞാനും ഏട്ടനും അമ്മയും കൂടെയാണ് കേട്ടോ പോണത്. രാവിലെ പോയിട്ട് വൈകുന്നേരം വരും. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഏട്ടൻ തിരിച്ച് പോവുകയാണ്. അപ്പോൾ പിന്നെ അവിടെ നിൽക്കാനുള്ള സമയമില്ല. സാധാരണ ഞങ്ങൾ അവിടെ പോയാൽ നിൽക്കാറുണ്ട്. രാവിലെ അങ്ങോട്ടും വൈകുന്നേരം അങ്ങോട്ടും കൂടെ ആകുമ്പോൾ യാത്ര ചെയ്ത് ഭയങ്കര ക്ഷീണമാവും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് നിൽക്കാനുള്ളൊരു സമയമില്ലാത്തതിനെ കൊണ്ട് രാവിലെ പോയിട്ട് രാത്രി ആകുമ്പോഴേക്കും തിരിച്ചെത്തണം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. ഒരു 10 മണിയാകുമ്പോഴേക്കും പോവാം അങ്ങനെയാണ് വിചാരിച്ചത്. എന്നൊരു 12:30 1 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും, ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് 1-2 സ്ഥലങ്ങളിൽ പോവാണ്ട്, അത് ഞാൻ വഴിയേ പറയാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. രാവിലെ നേരത്തെ എണീറ്റ് തിരുമ്പലും കുളിക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, കഴിക്കുക, പോവുക, ഒറ്റ പണിയുള്ളൂ. മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. പുറത്ത് പോവാൻ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാനില്ലാത്തതിനെ കൊണ്ട് ഇനി മഴയൊന്നും നോക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. കുറേ ആയി മാമൻ്റെ അടുത്ത് പോയിട്ട്. പിന്നെ വേറെ 1-2 കാര്യങ്ങളും കൂടെ ഉണ്ട്. നിലമ്പൂർക്ക് പോവുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര നല്ല ഒരു കാമായിട്ടുള്ളൊരു സ്ഥലമാണല്ലോ. ഭയങ്കര നാട്ടുമ്പുറമാണ്. ഇതൊരു ചുങ്കത്തറ എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് കേട്ടോ. കുറച്ച് ഉള്ളോട്ടുള്ളൊരു ഗ്രാമമാണ്. നല്ലൊരിതാണ്. പിന്നെ മാമൻ നല്ല കംഫർട്ടാണ്. മാമൻ്റെ അടുത്ത് നിൽക്കാനും നമുക്കൊരു കംഫർട്ടായിട്ട് ഇരിക്കുക. നമ്മളെ സ്വന്തം വീട്ടിൽ പോയ പോലുള്ളൊരു ഫീലാണ്. ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ചില ആളുകളായിട്ട് നമുക്ക് ഭയങ്കര വൈബ് ഉണ്ടാവുമല്ലോ. ആ ആളായിട്ട് നല്ല വൈബാണ്. ഭയങ്കര കണക്റ്റാണ് ആളായിട്ട്. അപ്പോൾ നമ്മളെ സ്വന്തം വീട്ടിൽ പോയ പോലെ തന്നെയാണ് തോന്നുക. അവിടെ മേമേൻ്റെ വീട്ടിലും പശുക്കളും പിന്നെ എന്താ പറയുക, വെറ്റിലക്കൊടി, റബ്ബറിൻ്റെ ടാപ്പിങ്, പിന്നെ റബ്ബർ നമ്മളിങ്ങനെ ഇതാക്കൂല, ഒരു മെഷീനൊക്കെ ഉണ്ടാക്കൂല, ഉണക്കാടുക, അങ്ങനെയുള്ള ഒരു നല്ല നാട്ടുമ്പറാണ്. ഇപ്പോൾ ഒരു വീടൊക്കെ പൊളിച്ച് പഴയ വീടൊക്കെ മാറ്റി പുതിയ വീടൊക്കെ ആക്കി കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടമാണ് കേട്ടോ അവിടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ വേറെ പാത്രങ്ങളൊന്നും മാറ്റാൻ നിന്നില്ല. ആ കുക്കറോട് കൂടിയിട്ട് തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് ചായ കുടിക്കാതിരിക്കാൻ ടേബിൾ മേലേക്കൊന്നും വെച്ചില്ല. നമ്മൾ വറക്ക് കിച്ചണിലേക്ക് തന്നെ ഏട്ടനോട് വിളിച്ചിട്ട് ഇവിടെ ഇരിക്കുക, വേഗം കഴിച്ച് വേഗം പരിപാടി തീർക്കാന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ കിച്ചണിൽ തന്നെ ഇരുന്നങ്ങാണ്ട് ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചാൽ പിന്നെ ഇനി മാറ്റാൻ പോവുക. പിന്നെ നമ്മളെ പെണ്ണുങ്ങൾക്ക് അടുക്കളയിൽ പാത്രങ്ങൾ എടുത്തേക്കാനും പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ മാറ്റാൻ നിന്നാണ്. ഞാൻ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് ഇവിടെ ഈ പുകയൂർ സ്ഥലത്ത് അധികം കടകളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു നാട്ടുമ്പുറം തന്നെയായിരുന്നു. ഇപ്പോൾ 10-13 വർഷമായപ്പോഴേക്കും നിറയെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വന്ന്. പിന്നെ കുറച്ച് ഉള്ളോട്ട് പോയാലാണ് ഈ കാണുന്ന പാടങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അത് നല്ല രസമാണ്. ഞങ്ങളിങ്ങനെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേനൽക്കാലമൊക്കെ ആ ഒരു ടൈമിൽ, മഴക്കാലം വേനൽക്കാലം അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രീം ടൈം ഉണ്ടാവുമല്ലോ, ആ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ പാടത്ത് കൂടെ അങ്ങനെ നടക്കാനും മഴക്കാലമാണെങ്കിൽ മീൻ പിടിക്കാനും അങ്ങനെയൊക്കെ ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ ആ പാടത്ത്. അത് നല്ല രസമാണ്. നമുക്കൊരു മൈൻഡ് റിലാക്സിങ് ആണ്. വഴിയിൽ വലിയ ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വിചാരിച്ച സമയമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ നിലമ്പൂർ എത്താനായേ. നിലമ്പൂർ ടൗണിൽ നിന്നൊക്കെ പോയി പിന്നെയും കുറേ ഉള്ളോട്ട് പോകേണ്ടത്. അവിടെ നിന്നും പിന്നെ ഒരു 1/2-3/4 മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ നിലമ്പൂർ ടൗണിൽ നിന്ന്. അപ്പോഴേക്കും മാമയൊക്കെ വിളിക്കാൻ തുടങ്ങി, മാമനൊക്കെ വിളിക്കാൻ തുടങ്ങി, എത്താനായി എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരു 12:15 ആകുമ്പോഴേക്കും ഞങ്ങൾ നിലമ്പൂർ ടൗണൊക്കെ കഴിഞ്ഞപ്പോൾ ഈ തേക്ക് മ്യൂസിയം ഒക്കെ ഇല്ലേ, ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നേ. ഇതാണ് മാമൻ്റെ വീട് കേട്ടോ. ഇവിടെ ഞങ്ങൾ മുറ്റത്ത് വന്നതൊന്നും അവരറിഞ്ഞിട്ടില്ല. മാമനും മേമയും മാത്രമേ ഉള്ളൂ. അവിടെ 3 പെൺകുട്ടികൾ, അവരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയതാണ്. തൊട്ടടുത്ത് തന്നെയാണുള്ളത്. അപ്പോൾ വിളിച്ചാൽ കിട്ടുന്ന ദൂരത്ത് തന്നെയാണുള്ളത്. ഞങ്ങൾക്ക് ഒരു അമ്പലത്തിലും കൂടെ പോകാനുള്ളതിനെ കൊണ്ട് മേമനോട് മീനും ഇറച്ചൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഞാൻ എത്രയോ 10-13 വർഷം മുന്നേ ഞാനൊരു നേർച്ച നേർന്നതായിരുന്നു, വിളക്ക് കത്തിക്കാമെന്ന്, എണ്ണ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടെ ഇതിൻ്റെ കൂടെ കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറച്ചി മീനൊന്നും കൂട്ടണ്ട. അവിടെ അമ്പലത്തിൽ അത് കൂട്ടാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല. ചെറിയൊരു കാവാട്ടോ. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്, ഒരു 1/2 മണിക്കൂർ പോകാണ്ട്. ഒരു കുന്നിൻ്റെ ഒക്കെ മുകളിലാണ്. അവിടെ വീട്ടിൽ ആരും ഇല്ലല്ലോ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭക്ഷണം എടുത്തു കൊടുക്കാനും കഴിച്ചത് കൊണ്ടുവയ്ക്കാനൊക്കെ ഞാനൊക്കെ തന്നെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്ന് ഒരു 2 മണിക്ക് ശേഷം മേമൻ്റെ മോളെ വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുകയാണ്. മേമൻ്റെ മോളെ ഡെലിവറിക്ക് കൊണ്ടുവരാൻ അയക്കണം.
അപ്പോൾ ആ പരിപാടിക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. ഏട്ടൻ പോവുകയൊക്കെ ആയതുകൊണ്ട് പിന്നെ നിലമ്പൂരിൽ നിന്ന് അല്ല നമ്മളെ നാട്ടിൽ നിന്ന് പിന്നെയും വേണ്ട നിലമ്പൂർക്ക് വരിക. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ആ വീട്ടിലും കൂടെ പോകാമെന്ന് വിചാരിച്ചിരിക്കുക. മീനും ഇറച്ചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് സ്പെഷ്യൽ എന്തായിരുന്നു അറിയോ, മത്തൻ്റെ ഇലയായിരുന്നു കേട്ടോ. കുറേ മുമ്പ് ഞാൻ കഴിച്ചതാണ്, പക്ഷേ മേമ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മേമൻ്റെ കുക്കിങ്ങിൻ്റെ കാര്യം പറയണ്ട, അടിപൊളിയാണ്. ഈ കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ചിങ്ങാണ്ട് മീനൊക്കെ വെക്കും. തലേ ദിവസമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ വെച്ചിട്ടുള്ള മീൻ കറിയൊക്കെ ഉണ്ടാവും. എൻ്റെ പൊന്നോ എന്തോ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുകയെന്നറിയോ. ഞങ്ങൾ ചെല്ലണ സമയത്ത് 2 ദിവസം മുന്നേ ഞങ്ങൾ വിവരം അറിയിക്കും, നിങ്ങൾ അവിടെ ഉണ്ടാവോ ഇല്ലേ എന്നൊക്കെ ചോദിക്കും മേമൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല കഷ്ണം മീനൊക്കെ വാങ്ങിയിട്ട് ആൾ കറിയൊക്കെ വെച്ച് വെക്കും കേട്ടോ. ആ കോവയ്ക്ക് മതിത്തുമ്പോൾ നിറയെ കോവയ്ക്കായിരുന്നേ. അപ്പോൾ കുറച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ മാമൻ്റെ കൂടെ കൂടിയിട്ട് കോവയ്ക്ക പറക്കുകയാണ്. എന്നോട് പറഞ്ഞു മഴയത്തൊന്നും ഇറങ്ങണ്ട പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ ഒരു രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇപ്പം നാട്ടിലില്ലാതെ നാട്ടിലേക്ക് വന്നതുകൊണ്ട് അതൊക്കെ എൻജോയ് ചെയ്യുകയാണിപ്പോൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവളെ വീട്ടിലേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ, ഒരു 5 മിനിറ്റ് നടക്കാല്ല. മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിട്ട് 2ാമത്തെ വീടാണ് അവളെ വീട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ മേമൻ്റെ മക്കളെ വീടൊക്കെ അടുത്തടുത്ത് തന്നെയാണെന്നുള്ളത്. മേമ ഞങ്ങളെ കൂടെ വന്നില്ലായിരുന്നു കേട്ടോ. മേമാൻ്റെ വീട്ടിലേക്ക് അവൾ എന്നും വരും പാല് വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ മേമൻ്റെ വീട്ടിൽ പോയിട്ട് കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അത് കണ്ടോ, ഇതേമാതിരി ഒരു കുന്നുമലക്കുള്ള സ്ഥലമാണ്, ഒരു കാടിൻ്റെ ഒരു അങ്ങനത്തെ ഒരു ഏരിയ ആണല്ലോ അത് നിലമ്പൂർ എന്നൊക്കെ പറഞ്ഞാൽ. ഇതാണ് കേട്ടോ അമ്പലം. അപ്പോൾ ഞാൻ എന്നോ വിചാരിച്ച എണ്ണയാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ ഞാൻ എന്താക്കി, ദേവീനെ മറന്നു. എന്നോ ഉണ്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ നാട്ടിലില്ലാത്തതിനെ കൊണ്ട് നമുക്ക് സാഹചര്യങ്ങൾ ഒത്തുവരാത്തതിനെ കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം വന്നപ്പോൾ ആ കട അങ്ങോട്ട് വീട്ടി. കുടംപുളീൻ്റെ മരം കേട്ടോ, ആ മരം നിറയെ കുടംപുളി ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന പുഴ ഇതാ, ഈ ചൂരൽമലയിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഈ പുഴയിലായിരുന്നതിൽ നിറയെ മൃതശരീരങ്ങൾ അടിഞ്ഞുണ്ടായിരുന്നത്. മേമ അങ്ങനെ പറയുന്നു കാറിലിരുന്നിട്ട്. അപ്പോൾ അത് വല്ലാത്തൊരു ഇതായിപ്പോയി. പിന്നെ മേമേനെയും മാമനെയും വീട്ടിൽ വിട്ടിട്ട് ഒരു 7 മണിയായിട്ട് അപ്പോഴേക്ക് സമയം. ഇനി എപ്പോഴാണ് വീട്ടിലെത്തുന്നതെന്ന് അറിയില്ല. അമ്മേൻ്റെ വേറൊരു അനിയത്തീൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അവിടെ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ടേ ഉള്ളൂ. വേഗം എങ്ങനെയൊക്കെയോ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഒരു 7:25 ആയപ്പോഴേക്ക് ഇറങ്ങിട്ടോ. പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നേ. ചില സ്ഥലത്തൊന്നും മഴയില്ല, പക്ഷേ ചില സ്ഥലത്ത് നല്ല മഴയും പെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് വണ്ടി അത്ര സ്പീഡിൽ ഓടിക്കാനും വയ്യ, എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങളിതാ ഒരു 10 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തിയിട്ടോ. നമ്മളെ വീട്ടിലെത്തി. ഇത് അമ്മേൻ്റെ സ്വന്തം വീടാണ്. ഈ വീടിൻ്റെ തൊട്ട് പിറകിലാട്ടോ നമ്മളെ വീടുള്ളത്. വണ്ടി കയറാത്തതിനെ കൊണ്ട് വണ്ടി ഇവിടെ നിർത്തിയിടാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.